ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വയറുകളാണ്, എവിടേക്കൊക്കെ എത്ര ഗേജിൻ്റെ വയറുകളാണ്, എങ്ങനത്തെയൊക്കെ സ്വിച്ച് ബോർഡുകളിലേക്ക് ഏതൊക്കെ വയറുകളാണ് വലിക്കേണ്ടത്, സർക്യൂട്ട് എങ്ങനെയാണ്, ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ 3 ഫേസ് DB ആണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് 2 AC കൂടി നമ്മൾ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് റൂമിൻ്റെ എണ്ണത്തിൽ 2 or 3 റൂമിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ 2 AC കൂടുതൽ ടോട്ടൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3 ഫേസ് DB വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലാണ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇനി ആദ്യമേ തന്നെ നോക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ റൂമിൻ്റെ സർക്യൂട്ട്, ഹാളിൻ്റെ സർക്യൂട്ട്, കിച്ചണിൻ്റെ സർക്യൂട്ട്, അങ്ങനെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ വേണം നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് DBയിലേക്ക് വലിക്കാനായിട്ട്. കാരണം MCB എല്ലാം സെപ്പറേറ്റ് നമ്മൾ കൊടുത്ത് ഓരോ സെക്ഷൻ ട്രിപ്പ് ആവുന്നത് കറക്റ്റായിട്ട് അറിയാനും കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇങ്ങനെ മെയിനായിട്ട് 5 വയേഴ്സാണ് വരുന്നത്. അതായത് ന്യൂട്രൽ എന്ന് പറയുന്നത് 2.5, ബ്ലാക്ക്, റെഡ് എന്ന് പറയുന്നത് 2.5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5 റെഡ്, ബ്ലാക്ക് വരുന്നത് നമ്മൾ പറഞ്ഞു, എർത്ത് വരുന്നത് 1.5, പിന്നെ മാസ്റ്റർ കൊടുത്തിരിക്കുന്നത് 1.5 നീല, ഇൻവെർട്ടർ കൊടുക്കുന്നത് 1.5 മഞ്ഞ, അതായത് യെല്ലോ. ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ കളർ കോഡ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ AC, പവർ പ്ലഗുകൾ, അതുപോലെ റൂം സർക്യൂട്ട്, ഇതൊക്കെ വലിക്കുന്ന നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സീലിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വയർ വേണം നമ്മൾ വലിക്കാനായിട്ട്. ഇതിപ്പോൾ ഓരോ റൂമിൽ നിന്ന് വന്നിരിക്കുന്ന സർക്യൂട്ടുകളും കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്ന സർക്യൂട്ടുകളും ഓരോ പൈപ്പിലൂടെ വന്ന് സെപ്പറേറ്റ് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, അതായത് ഇത്രയും വയറുകൾ DBയിൽ ആവശ്യമുണ്ടോ എന്ന്. വേറെ ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ DB ഒരു പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ DB ഒരു പ്രൊഫഷണലായിട്ട് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് സൈഡുകളിൽ വയറെല്ലാം ഒതുക്കി ചെയ്ത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ DBയിൽ നമുക്ക് കൈയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ പണിയാൻ പറ്റാത്തൊരു, അതായത് കംപ്ലയിൻറ്റ് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും. പിന്നെ അത് മാത്രമല്ല, പല രീതിയിൽ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സുകളുടെ ബഹളമായിരിക്കും, ട്രിപ്പിങ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കറണ്ടാണ് ഇതിന് മെയിൻ ഒരു വില്ലനായിട്ട് വരുന്നത്. ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇൻഡക്ഷൻ കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും LED ബൾബ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് DB എല്ലാം പ്രൊഫഷണൽ ലെവലിൽ ചെയ്യണം. അപ്പോൾ ഇത്രയും വയറ് ആവശ്യമാണ്. സൈഡിലെല്ലാം കറക്റ്റ് ചെയ്ത് മടക്കി നീറ്റായിട്ട് വേണം DB ചെയ്യാനായിട്ട്. പിന്നെ റൂമിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ, ഒരു റൂമിൻ്റെ അകത്ത് നിങ്ങൾ സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് 1.5 ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ. സാധാരണ എല്ലാവരും കൊടുക്കുന്നത് 1.5 ആണ്. 1.5നേക്കാൾ ബെറ്റർ 2.5 കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം നമ്മുടെ റൂമിൻ്റെ അകത്ത് വരുന്നത് LED ലൈറ്റ്സ്, CD ലൈറ്റ്സിലൊക്കെ വരുന്നത് അത്യാവശ്യം വാട്ട്സുകൾ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 6 വാട്ടിൻ്റെ ഒരു 4 എണ്ണം തന്നെ ഇടുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു അത്രയും വാട്ട്സ് ആയി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പ്ലഗുകൾ വരുന്നുണ്ട്. നമ്മൾ മൊബൈലിൽ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലഗുകളല്ലാത്ത പ്ലഗുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റൂമിൻ്റെ സർക്യൂട്ട് 2.5 കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് 1.5 കൊടുത്താലും റൂമിൻ്റെ സർക്യൂട്ട് 1.5 കൊടുത്താലും പ്രശ്നമില്ല. ഹീറ്ററിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് നമ്മൾ കൊണ്ടുപോകണം. ഹീറ്ററിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് നമ്മൾ DBയിൽ നിന്ന് ഒരു 2.5 സർക്യൂട്ട് നമ്മൾ കൊണ്ടുപോകണം. അതായത് വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് AC-യുടെയാണ്. AC-യുടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 2.5 തന്നെ നമ്മൾ കൊടുക്കണം. 2.5 ഏറ്റവും കുറഞ്ഞത് 2.5 എങ്കിലും നമ്മൾ AC-ക്ക് വേണ്ടി കൊടുത്തിരിക്കണം. പിന്നെ വരുന്ന സർക്യൂട്ടുകൾ എന്ന് വെച്ചാൽ സാധാരണ എല്ലാ റൂമുകളിലേക്കും എല്ലാ ഹാളുകളിലേക്കും എല്ലാം നമ്മൾ കൊടുക്കുന്നത് സീലിംഗ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2.5 കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹാളിലൊക്കെ അത്യാവശ്യം ലൈറ്റ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2.5 കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കിച്ചണിൻ്റെ സർക്യൂട്ടുകളാണ് ഏറ്റവും കൂടുതൽ വരുന്ന പവർ സർക്യൂട്ടുകൾ, മോട്ടറിൻ്റെ സർക്യൂട്ടുകൾ, ഇതെല്ലാം തന്നെ 2.5 തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറെ ഒന്നുമല്ല, പവർ സർക്യൂട്ടുകളെല്ലാം തന്നെ അത്യാവശ്യം ആംബിയർ കാര്യങ്ങളൊക്കെ ലോഡ് എടുക്കുന്ന സമയത്ത് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.5 കൊടുക്കുക. പവർ സർക്യൂട്ടുകളെല്ലാം തന്നെ 2.5 കൊടുത്തിട്ട് 16 ആംസിൻ്റെ MCBകൾ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ AC-ക്ക് നമുക്ക് അതുപോലെ തന്നെ 16 തൊട്ട് 16 കൊടുക്കണം. മിനിമം എങ്കിലും 16 കൊടുത്തേക്കാം. 16 ആംബിയറിൻ്റെ 16A എന്ന് എഴുതിയിട്ടുണ്ടാവും. 16 ആംബിയറിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്ന MCBകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മോട്ടറിൻ്റെ സർക്യൂട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം സെപ്പറേറ്റ് ചെയ്ത് നേരെ DBയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു 16 ആംബിയറിൻ്റെ MCBയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ ഒരു 10 ആംബിയറിൽ കുറയാത്ത രീതിയിൽ വേണം നമുക്ക് ഈ മോട്ടറിൻ്റെ MCB കൊടുക്കാനായിട്ട്.
പിന്നെ മോട്ടറിൻ്റെ സർക്യൂട്ട് ന്യൂട്രൽ ഉൾപ്പെടെ സെപ്പറേറ്റ് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സബ്മേഴ്സിബിൾ പോലുള്ള മോട്ടറുകളാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതായത് കിണറിൽ നമ്മൾ താഴ്ത്തിയിടുന്ന വെള്ളത്തിൽ ഇടുന്ന മോട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ചില കമ്പനികളിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ന്യൂട്രൽ തന്നെ സെപ്പറേറ്റ് മാറ്റിയിടുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മോട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. പിന്നെ വാഷിംഗ് മെഷീൻ്റെ സർക്യൂട്ട് ഇതുപോലെ തന്നെ 2.5 സർക്യൂട്ട് തന്നെ വലിക്കുന്നതാണ്. 2.5ൻ്റെ വയർ വലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം നമ്മളൊരു വീട്ടിൽ വരുന്ന എല്ലാ സർക്യൂട്ടുകളുടെ ഗേജും അതുപോലെ തന്നെ വയറിൻ്റെ ഗേജും എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇത്തിരി ലെങ്തി ആയിപ്പോയി വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണണേ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell